നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയാലയം ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ക്യാൻസറിനെ പറ്റിയാണ്. അപ്പം ഇത് ഏറ്റവും വലിയ ഇൻട്രസ്റ്റും ഏറ്റവും വലിയ ചിലവ് കൂടിയതും ഏറ്റവും വലിയ ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമുക്ക് അത്ര വലിയ ചിലവില്ലാതെയും ഒരു ഗവൺമെൻറ്റായിട്ട് തന്നെ ചില കേസുകളിൽ നമുക്ക് ആശ്വാസം കിട്ടുന്ന ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും അതിൻ്റെ ഡിസ്കഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത് വരുന്നത്? അത് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് അൺവാണ്ടഡ് സെൽസ്. അത് ആവശ്യമില്ലാത്ത സെല്ലുകളെല്ലാം ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിട്ടത് സാധാരണ ഒരു ട്യൂമറായിട്ടിരിക്കും. അത് നമ്മളൊന്ന് കൺസിഡർ ചെയ്യുന്ന വരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിട്ട് ഒരു നമുക്കൊരു ദോഷം ചെയ്യുന്നൊരു മൊഴിയായിട്ട് മാറാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ മൊഴി എന്ന് പറയുമ്പോഴും ഒരു ഇന്നസെൻറ്റ് ട്യൂമർ നമുക്ക് പറയാം, അല്ലെങ്കിൽ അതിന് ബെനൈൻ ട്യൂമർ എന്ന് പറയാം. മറ്റേ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിഗ്നൻസി എന്ന് പറഞ്ഞാൽ അറിയാം, എന്ന് പറഞ്ഞാൽ മിക്കവാറുള്ളവർക്കും അറിയാം. എന്നാലും ക്യാൻസർ സെല്ലുകളുള്ളതാണ് മാലിഗ്നൻസി. ഇത് നമുക്കെങ്ങനെ ഒരു ലബോറട്ടറി ടെസ്റ്റ് കൊണ്ട് ഇത് രണ്ടും നമുക്ക് അറിയാൻ സാധിക്കും. അത് ലാബോറട്ടറി ടെസ്റ്റ് നമുക്കെപ്പോഴും അത്യാവശ്യമാണ്. അത് കൂടാതെ നമുക്ക് ഡയഗ്നോസ് ചെയ്തെല്ലാം ചെയ്തു. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന മോഡേൺ മെഡിസിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എല്ലാ സിസ്റ്റത്തിലും ട്രീറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. എന്നാൽ തന്നെ മോഡേൺ മെഡിസിനാണ് കൂടുതൽ ആളുകൾ ക്യാൻസർ സെൻ്ററുകൾ എപ്പോഴും മോഡേൺ മെഡിസിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ സിസ്റ്റം ചെയ്യുന്നെങ്കിൽ തന്നെയും ഉദാഹരണം നമുക്കിവിടെ RCC അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല ഡിസ്ട്രിക്റ്റുകളിലും ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്ട് ആശുപത്രിയിലും ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പണ്ട് തൊട്ടേയുള്ള ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെയാണ്. ഒന്ന് കീമോതെറാപ്പി, റേഡിയേഷൻ ആൻഡ് സർജറി. അപ്പോൾ ഇതിൽ കീമോതെറാപ്പിയും റേഡിയേഷനും നമുക്ക് മിക്കവാറും ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ എങ്ങനെ സാധിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഡോക്ടേഴ്സിന് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. പക്ഷേ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസുകളിൽ സർജറി തന്നെ വേണം. ഇപ്പോൾ ഉദാഹരണം ഒരു ട്യൂമർ വന്ന് അല്ലെങ്കിൽ ഒരു ക്യാൻസർ വന്ന് മറ്റൊരു അവയവങ്ങളെ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അത് റിമൂവ് ചെയ്യുകയാണ്. അതായത് സർജറി ഇതാണ്. ഫസ്റ്റ് റിമൂവ് ഇങ്ങനെയാണ് പറയുന്നത്. ഫസ്റ്റ് റിമൂവ് ദ റീസൺ, ദെൻ ട്രീറ്റ് ദ കണ്ടീഷൻ. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് സർജറി മാറ്റുക. എന്നിട്ട് ഈ കിലേഷൻ തെറാപ്പിക്ക് പകരം കീമോതെറാപ്പി എന്ന് പറയും, കീമോതെറാപ്പിക്ക് പകരം കിലേഷൻ തെറാപ്പി എന്ന് പറയും. കീമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴഞ്ചൻ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ്. ഡോക്ടേഴ്സിനെ അറിയാം, തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ട് കീമോ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ കീമോ ചെയ്യുന്ന പേഷ്യൻ്റിനോട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടോക്സിക് ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ യൂറോപ്പിലും ഡെവലപ്മെൻറ്റ് ഇതൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ് ഈ കീമോതെറാപ്പി. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് അമിതമായിട്ടുള്ള ക്ഷീണമായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകും. എന്നിരുന്നാൽ തന്നെ അവരുടെ പ്രതിരോധ ശക്തി കൊണ്ട് കുറേ 2, 3, 6 മാസം കഴിഞ്ഞിട്ടത് വരും. അപ്പോൾ അതിൻ്റെ ഡേഞ്ചർ നമ്മൾ കണ്ടു. റേഡിയേഷൻ. ഇപ്പോൾ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബേണിങ് ദ സെൽസ്. ആ സെൽസിനെ നശിപ്പിച്ച് കളയുകയാണ്. അപ്പോൾ അത് ഗുണത്തിന് ഓരോരു ദോഷമാണ് ചെയ്യുന്നത്. പക്ഷേ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്നു. എന്നാൽ ഡെവലപ്പ് കൺട്രീസിൽ ഈ കീമോതെറാപ്പിക്ക് പകരം കിലേഷൻ തെറാപ്പി എന്ന് പറയും. പണ്ട് ഞാൻ എപ്പിസോഡിൽ ഹാർട്ടിൻ്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് കിലേഷൻ തെറാപ്പി. ആ കിലേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉപയോഗിക്കുന്ന നാച്ചുറൽ കെമിക്കൽ മെഡിസിൻ അല്ലാതെ നാച്ചുറൽ മെഡിസിൻസ് തന്നെ ഉപയോഗിക്കുന്നത്. അത് യാതൊരു ദോഷവശവുമില്ല. ഓൺലി എഫക്റ്റ്, ദർ ഈസ് നോ ബാഡ് ഇഫക്ട്സ്. 2 റേഡിയൻ തെറാപ്പിക്ക് പകരം കൊടുക്കുന്നതിനാണ് ലേസർ തെറാപ്പി എന്ന് പറയും. അപ്പോൾ ലേസർ ബീംസ് അകത്ത് പോയിട്ട് ഈ അൾസറിനെയൊക്കെ അത് കരിയിച്ച് കളയും. കരിയിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അബ്സോർവ് ചെയ്ത് കളയുകയാണ്. സെല്ലുകൾ ആവശ്യമില്ല സെല്ലിനെ അബ്സോർവ് ചെയ്തു. പക്ഷേ റേഡിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേൺ ചെയ്യും. സർജറിയുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എല്ലാ സിസ്റ്റത്തിലും മെഡിസിനുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇത് കിലേഷനും റേഡിയേഷൻ്റെ ലേസർ തെറാപ്പിയുള്ള സെൻറ്റേഴ്സ് വളരെ ചുരുക്കം കുറവാണ്. ഇതിന് റേഡിയേഷന് ശേഷം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം, സർജറിക്ക് ശേഷം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം, കീമോതെറാപ്പിക്ക് ശേഷം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പല ആളുകൾ വരുന്നുണ്ട്.
ഇതെല്ലാം കഴിഞ്ഞ് സുഖമില്ല. എന്നിട്ട് ഇത് കൊടുത്തതിന് ശേഷം വളരെ ആശ്വാസം കാണുന്നുണ്ട്. ഇതേപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് വൈകിട്ട് എന്നെ 7 മണിക്ക് ശേഷം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.